ഉമർ ഖത്താബിന്റെ കാലത്ത് സ്വഹാബിയായ ഒരാൾ നബിയുടെ ഖബറിൽ വന്ന് മഴയ്ക്ക് വേണ്ടി തേടി എന്ന് ഫതുഹുൽ ബാരിയിൽ ഉണ്ട്. സത്യാവസ്ഥ എന്താണ് എന്നാണ്. സമാനമായ ഒരു സംഭവം ഫതുഹുൽ ബാരിയിലുണ്ട്. സ്വഹാബിയായ ഒരാൾ ഖബറിൽ വന്ന് മഴയ്ക്ക് തേടി എന്ന് ഫതുഹുൽ ബാരിയിൽ ഇല്ല. ഫതുഹുൽ ബാരിയിൽ 3-ാം വാല്യത്തിലാണ് ഈ സംഭവം ഉള്ളത്. ബാബു സുആലിൻ നാസി അൽ ഇമാമ അൽ ഇസ്തിസ്ഖാ ഇദാ ഖുഹിതു എന്ന അധ്യായം കിതാബുൽ ഇസ്തിസ്ഖായിൽ മഴയെ തേടുന്നതുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ജനങ്ങൾ ക്ഷാമമുണ്ടായാൽ ഇമാമിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം എന്നൊരു അധ്യായമുണ്ട് ബുഖാരിയിൽ. ക്ഷാമമുണ്ടായാൽ ഇമാമിനോട് പോയിട്ട് ജനങ്ങൾ പറയണം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മഴയെ തേടുന്ന നിസ്കാരം സംഘടിപ്പിക്കണം എന്ന് ജനങ്ങൾ ഇമാമിനോട് ആവശ്യപ്പെടണം എന്ന അധ്യായം എന്ന് ഇമാം ബുഖാരി ഒരു ഹെഡിങ് സ്വഹീഹ് ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആ അധ്യായത്തിൽ ഇമാം ബുഖാരി കൊടുത്ത ഹദീസ് ഒറ്റ ഹദീസാണ്. അതായത് ഉമർ ഖത്താബിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി. ഹിജ്റ 18-ാമത്തെ വർഷത്തിൽ 17-ന്റെ അവസാനത്തിൽ 18-ന്റെ ആദ്യത്തിലുമായി 6 മാസത്തോളം നീണ്ടുനിന്ന ഒരു ക്ഷാമം ഉമർ ഖത്താബിന്റെ കാലത്തുണ്ടായി. അന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൂട്ടി മൈതാനത്തേക്ക് പോവുകയും അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കുകയും എന്നിട്ട് അബ്ബാസ് തങ്ങൾ അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി ഉമർ ഖത്താബ് പ്രാർത്ഥിക്കുകയും ചെയ്ത സംഭവമുണ്ട്. ആ സംഭവമാണ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇമാം ബുഖാരി കൊടുത്ത ഹെഡിങ് എന്താ? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജനങ്ങൾ ഇമാമിനോട് ആവശ്യപ്പെടണം എന്ന അധ്യായം. ഈ സംഭവത്തിലോ അത് വന്നിട്ടില്ലതാനും. അപ്പോൾ പിന്നെ ഹെഡിങ്ങും ഈ സംഭവം ബന്ധമുണ്ടോ എന്ന ചർച്ചയിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇമാം അസ്ഖലാനി ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് ഇത് പറഞ്ഞത്. ഉമർ ഖത്താബിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി. ആ ക്ഷാമമുണ്ടായിട്ട് ഒരുപാട് പ്രയാസമുണ്ടായിട്ടും ആദ്യ സമയങ്ങളിൽ ഉമർ ഖത്താബ് മഴയ്ക്ക് വേണ്ടി തേടിയില്ല, ഇസ്തിസ്ഖാ നിർവഹിച്ചില്ല. അതിൽ തൊട്ട് അദ്ദേഹം അശ്രദ്ധനായിരുന്നു. ഭരണ കാര്യങ്ങൾ നടത്തലും ഒരുപാട് ആളുകളെ മരണവും കന്നുകാലികൾ ചത്തൊടുങ്ങലും പട്ടിണിയും വിശപ്പും കൃഷി നശിക്കലും എല്ലാം കൂടി ആയപ്പോൾ ഉമർ ഖത്താബ് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടതിനാൽ മഴയെ തേടുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു ശ്രദ്ധ കുറവുണ്ടായി. ആ സമയത്താണ് ഉമർ ഖത്താബിനോട് വന്നിട്ട് ഒരാൾ ഓർമ്മപ്പെടുത്തുന്നു. ആ ഓർമ്മപ്പെടുത്തുന്ന ഫലമായിട്ടാണ് ഈ ഇസ്തിസ്ഖായിലേക്ക് ഉമർ ഖത്താബ് മുസ്ലിമീങ്ങളെയും കൂട്ടി തിരിഞ്ഞത് എന്ന ഒരു സംഭവം ഇതിനുള്ളിൽ പറയുകയും അതുകൊണ്ട് ഈ അധ്യായവും ഈ റിപ്പോർട്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയുമാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത്. അവിടെ സ്വഹാബി ഖബറിൽ വന്നു എന്ന് പറയുന്നില്ല. നേരെ മറിച്ച് ഒരാൾ നബിയുടെ ഖബറിൽ വരികയും നബിയെ താങ്കൾ ഉമ്മത്തിന് വേണ്ടി മഴ തേടണം എന്ന് പറയുകയും ആ മനുഷ്യൻ നബിയെ സ്വപ്നം കാണുകയും അദ്ദേഹം ഉമർ ഖത്താബിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നൊരു റിപ്പോർട്ടുണ്ട് എന്ന് ഫതുഹുൽ ബാരിയിൽ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് 100% സ്വഹിയായ പരമ്പരയാണ് എന്ന് അദ്ദേഹവും രേഖപ്പെടുത്തിയിട്ടില്ല, സ്വഹാബിയാണ് എന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അസ്ഖലാനിയുടെ ഫതുഹുൽ ബാരിയിലെ പ്രയോഗം തന്നെ ജാഅ റജുലുൻ ഇലാ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു എന്നാണ്. ഒരാൾ നബിയുടെ ഖബറിൽ വരികയും ഇങ്ങനെ പറയുകയും ചെയ്തു എന്നാണ് ഇമാം അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ കൊടുത്തു. തന്നെ സ്വഹാബിയാണ് ഖബറിൽ വന്നത് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല അത് 100% കുറ്റമറ്റ പരമ്പരയാണ് എന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അതിൽ തന്നെ സനദിൽ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് അദ്ദേഹം അവിടെ നിർവഹിച്ചിട്ടുള്ളതും. എന്നാൽ സ്വപ്നം കണ്ട ആള് സ്വഹാബിയാണ് എന്ന അഭിപ്രായമുണ്ട് എന്ന് ഇമാം അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഖബറിൽ വന്നതല്ല, നബിയെ സ്വപ്നം കണ്ടത് ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി എന്ന സ്വഹാബിയാണ്. റവാ സൈഫുൻ ഫിൽ ഫുതൂഹി അന്നല്ലദീ റഅൽ മനാം അൽ മദ്കൂറ ഹുവ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി അഹദു സ്വഹാബ എന്ന പ്രയോഗം ഫതുഹുൽ ബാരിയിൽ ഈ അധ്യായത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അഥവാ സ്വപ്നം കണ്ട ആള് ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി എന്ന സ്വഹാബിയാകുന്നു എന്ന് സൈഫ് എന്നവർ അദ്ദേഹത്തിന് അൽ ഫുതൂഹ് വൽ റിദ്ദ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇമാം അസ്ഖലാനി അവിടെ പറഞ്ഞിട്ടുമുണ്ട്. അവിടെയും ഖബറിൽ പോയ ആള് ബിലാലാണ് എന്നല്ല പറഞ്ഞത്, സ്വപ്നം കണ്ട ആള് ബിലാലാണ് എന്നാണ് പറഞ്ഞത്. ബിലാൽ ഇബ്നു ഹാരിസ് നബിയെ സ്വപ്നം കാണുന്നു, അത് സ്വന്തമായി വേറെ റിപ്പോർട്ട് വന്നിട്ടുമുണ്ട്. ഫതുഹുൽ ബാരിയിൽ അല്ലാതെ ഇമാം ബൈഹഖി ഉദ്ധരിച്ചതായിട്ട് വന്നിട്ടുണ്ട്. ബിലാൽ ഇബ്നു ഹാരിസ് സ്വഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ നബിയെ സ്വപ്നം കാണുന്നു. അതിന് സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തോട് വീട്ടുകാർ പറഞ്ഞു ഭക്ഷിക്കാവൊന്നുമില്ല, അത് നമ്മുടെ വീട്ടിലുള്ള ആടിനെ നമുക്ക് അറക്കാം. അപ്പൊ അദ്ദേഹം അർത്ഥത്തിൽ കാര്യമില്ല, കാരണം മാംസമൊന്നുമില്ല, ക്ഷാമമായതുകൊണ്ട് പട്ടിണി കിടന്ന് ഒന്നും തിന്നാൻ കിട്ടാതെ ആകെ എല്ലും തോലുമായി ചുരുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അറുത്തിട്ടൊരു പ്രയോജനമില്ല. വീട്ടുകാർ നിർബന്ധിച്ചു, അവസാനം അറുത്തു.
അടുത്തപ്പോ ഒരു കേവലം ചുവന്ന എല്ലും കഷ്ണം മാത്രമാണ് അതിന്റെ ഉള്ളിലുണ്ടായി, ഇറച്ചുന്നുണ്ടായിരുന്നില്ല എന്നാണ്. അത് കഴിഞ്ഞ് അന്ന് രാത്രി ബിലാൽ ബിൻ ഹാരിസ് നബിയെ സ്വപ്നം കാണുന്നു. ആ ബിലാൽ ബിൻ ഹാരിസിനോട് നബി തങ്ങൾ പറഞ്ഞു, നീ ഉമറിന്റെ അടുക്കൽ പോവുകയും ഉമറിനോട് മഴ കിട്ടുമെന്ന് പറയുകയും എന്നെ സലാം അറിയിക്കുകയും വേണം എന്ന് സ്വപ്നത്തിൽ പറയുന്നു. പിറ്റേന്ന് ബിലാൽ ബിൻ ഹാരിസ് ഉമർ ഖത്താബിന്റെ അടുത്തേക്ക് വരികയും അന റസൂലുള്ളാഹി ഇലൈക യഖൂലു ലക റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ച ദൂതനാണ്, നിങ്ങളോട് നബി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ബിലാൽ ബിൻ ഹാരിസിനോട് ഉമർ ഖത്താബ് ചോദിക്കുന്നു, മത്താ റഅയ്ത ഹാദാ, നീ എപ്പോഴാണ് ഈ സ്വപ്നം കണ്ടത്? അപ്പൊ പറഞ്ഞു, അൽ ബാരിഹ, ഇന്നലെ രാത്രിയാണ്. ഉമർ ഖത്താബ് വിഷമുണ്ടായി. അദ്ദേഹം എല്ലാവരും വിളിച്ചുകൂട്ടി ഞങ്ങളോട് ചോദിച്ചു, എന്റെ ഭരണകാലത്തിൽ എന്തെങ്കിലും പോരായ്മയുള്ളതായി നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, ഇല്ല, ഒന്നും അറിയില്ല. എന്താ ചോദിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ബിലാൽ ബിൻ ഹാരിസ് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചിലർ പറഞ്ഞു, നിങ്ങൾ ഇത്രയൊക്കെ ക്ഷാമുണ്ടായിട്ടും ഇസ്തിസ്കാ നടത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനത്തെ സ്വപ്നമുണ്ടാകാൻ കാരണമൊരുങ്ങിയത്, അതുകൊണ്ട് നിങ്ങൾ ഇസ്തിസ്കാ നടത്തണം. അപ്പോഴാണ് ഉമർ ഖത്താബിന് ആ ബോധമുണ്ടാകുകയും മുസ്ലിമീങ്ങളെയും കൂട്ടി മൈതാനത്തേക്ക് പോവുകയും അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും അബ്ബാസ് ദുആ ചെയ്യുകയും ആ ദുആയുടെ ഫലമായി മഴ ലഭിക്കുകയും ചെയ്തത് എന്ന റിപ്പോർട്ടുണ്ട്. അതും സ്വഹീഹല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ റിപ്പോർട്ട് ഇതാണുള്ളത്. അവിടെ സ്വഹാബിന്റെ പേരുണ്ട്, ബിലാൽ ബിൻ ഹാരിസ് ആണ്. പക്ഷെ അവിടെ ഖബറുമായി ബന്ധപ്പെട്ട സംഭവം ഇല്ല. അവിടെ നബിയെ സ്വപ്നം കണ്ടത് മുതലേ ആരംഭിക്കുന്നുള്ളൂ. ഖബറിൽ പോയത് ആരാണ് എന്ന് എവിടെയും പരാമർശമില്ല. 7-8 പരമ്പരകളിൽ ഈ സംഭവങ്ങൾ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും റിപ്പോർട്ടുകൾ ഇമാം ബൈഹഖിയാണ് ഉദ്ധരിച്ചത്. അതിലെവിടെയും ഖബറിൽ പോയ ആൾ സ്വഹാബിയാണ് എന്നോ ബിലാൽ ബിൻ ഹാരിസ് ആണ് എന്നോ എവിടെയും പറയുന്നില്ല. അപ്പോൾ അത് തെളിവായി പറയുന്ന ആളോട് നമ്മൾ ചോദിക്കാനുള്ളത്, ബിലാൽ ബിൻ ഹാരിസ് എന്ന സ്വഹാബി ഖബറിൽ പോയി എവിടെയുള്ളത്, ഏത് റിപ്പോർട്ടിലുള്ളത്? അത് എവിടില്ല. ഫത്ഹുൽ ബാരിയിലും ഇല്ല, ബൈഹഖിയിലും ഇല്ല. ഇത് വിശദമായി വിശദീകരിച്ച കിതാബ് ഇമാം ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായ 7-ാം വാള്യത്തിലാണ്. അതിലും ബിലാൽ ബിൻ ഹാരിസിനെ പറ്റി പറഞ്ഞിട്ട് എവിടെയും ഖബറിൽ പോയ സംഭവം പറയുന്നില്ല. ഖബറിൽ പോയത് പറയുമ്പോൾ ഒരാൾ ഖബറിൽ പോയി പറയുന്നുണ്ട്, അവിടെ ബിലാൽ പറഞ്ഞിട്ടില്ല. ബിലാലിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് സ്വപ്നം കണ്ട കഥയേ ഉള്ളൂ, ഖബറിൽ പോയ കഥയില്ല. ഇതെല്ലാം കൂടി ഒറ്റന്നാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ സാലാൽ ഇസ്തിഹാസക്ക് തെളിവുണ്ടാക്കാറുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക.